2026 നിരവധി ഫേസ് ലിഫ്റ്റുകൾ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ജനുവരി മാസത്തിൽ തന്നെ സ്കോഡ അവരുടെ കുഷാക്കിൻ്റെ ഫേസ് ലിഫ്റ്റ് അവതരിപ്പിച്ചു. വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏറ്റവും പുതിയ കുഷാക്ക് എത്തിയിരിക്കുന്നത്. 1.5 ലിറ്ററും 1 ലിറ്റർ എഞ്ചിനിലും നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു വാഹനം ഫൈനലി നമ്മളിന്ന് ഓടിക്കാനായിട്ട് പോവുകയാണ്. വെൽക്കം ബാക്ക് ടു ടർബോ ഡ്രൈവ്. ഡിസൈനിൽ നിരവധി മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏറ്റവും പുതിയ സ്കോഡ കുഷാക്ക് എത്തിയിരിക്കുന്നത്. സ്കോഡയുടെ ഇൻ്റർനാഷണൽ മോഡൽസിനോടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലാണ് ഫ്രണ്ട് ഡിസൈനും റിയർ ഡിസൈനിലും ഒക്കെ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ബട്ടർഫ്ലൈ ഗ്രില്ലെന്നാണ് സ്കോഡ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ഗ്രില്ലിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് രണ്ടിനെ കണക്ട് ചെയ്യുന്ന വലിയ ഒരു LED സ്ട്രിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് അത്യാവശ്യം കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലോവർ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു LED DRL നമുക്ക് ലഭിക്കുന്നില്ല. അതിങ്ങനെ ഒരു ബ്ലാങ്ക് ഏരിയ ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് LED ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് ആണ് വരുന്നത്. താഴേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ആൻഡ് വളരെ മനോഹരമായിട്ടുള്ള ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയും ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഓവറോൾ റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഏരിയ തന്നെയാണ് ഏറ്റവും പുതിയ സ്കോഡ കുഷാക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല ഇത് മോണ്ടെ കാർലോ എഡിഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു മോണ്ടെ കാർലോയുടെ സ്പെഷ്യൽ ബാഡ്ജിങ്ങും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. 17 ഇഞ്ച് വീല് തന്നെയാണ് നമുക്ക് ഈ ഒരു ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിലും കാണാനായിട്ട് സാധിക്കുന്നത്. മോണ്ടെ കാർലോ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു ബാഡ്ജിങ് ലഭിക്കുന്നുണ്ട്. ആൻഡ് റെഡ് ബ്രേക്ക് കാലിപ്പേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടും ബൈക്കും ഡിസ്ക് ബ്രേക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. റൂഫേൽ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു ഡോർ പാഡിലും ക്രോമിൻ്റെ എലമെൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ചെറിയൊരു സൈഡ് ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. സോ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ചെറിയ ഡിസൈൻ എലമെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്കോഡ കുഷാക്കിൻ്റെ ഫേസ് ലിഫ്റ്റിൽ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റിയർ ഏരിയ തന്നെയാണ്. കാര്യമായിട്ടുള്ള ഡിസൈൻ മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ് വെർഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു റിയർ ഭാഗം നമുക്ക് ഈ ഒരു വാഹനത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കണക്റ്റഡ് ടെയിൽ ലാമ്പ് കൊടുത്തിരിക്കുന്നതാണ്. 2 ടെയിൽ ലാമ്പിനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വലിയ LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്കോഡ എന്നുള്ള ഒരു ബാഡ്ജിങ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് വളരെയധികം അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ആൻഡ് ഇത് മോണ്ടെ കാർലോ ആണ്. 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 1 ലിറ്ററിലും ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. സോ 2 എഞ്ചിൻ ഓപ്ഷൻസും നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കൽ മാനുവലിലും നമ്മൾ ഈ ഒരു വാഹനം ഓടിക്കുന്നുണ്ട്. ആൻഡ് കുഷാക്കിൻ്റെ ബാഡ്ജിങ്ങും ഒരു ബ്ലാക്ക് എലമെൻറ്റിലുള്ള ഒരു സ്ട്രിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഡിഫോഗ് ലൈൻസും ഒക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെയും നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ആ ഒരു ബമ്പറിനോട് സാമ്യം തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. ആൻഡ് പാർക്കിംഗ് ക്യാമറ ക്ലാരിറ്റി അത്ര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം അല്ല. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അല്ലെങ്കിൽ ഒരു 3D എഫക്റ്റോ ഈ ഒരു വാഹനത്തിൽ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. വളരെ പുവറായിട്ടുള്ള ഒരു പാർക്കിംഗ് ക്യാമറ റെസൊല്യൂഷനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 491 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ സീറ്റുകൾ നമുക്ക് 60-40 സ്പ്ലിറ്റ് റേഷ്യോ ഉള്ള സീറ്റുകൾ കൂടിയാണ്. ആൻഡ് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല. മാനുവലി തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റ് കോമ്പറ്റീറ്റർ മോഡൽസിനെല്ലാം തന്നെ ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റും ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴും സ്കോഡ കുഷാക്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നില്ല. സ്കോഡ കുഷാക്കിൻ്റെ ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ ഏറ്റവും കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് റിയർ സീറ്റിലാണ്. നമുക്ക് ഈ ഒരു റിയർ സീറ്റിൽ മസാജ് ഓപ്ഷനുള്ള ഒരു സീറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ 2 സീറ്റിൽ നമുക്ക് മസാജ് ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. അത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ഫീച്ചറാണ്. ആൻഡ് നമുക്കൊരു സെൻറ്റർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള നല്ലൊരു ലെഗ് സ്പേസ് വരുന്നുണ്ട്. നല്ല ഹെഡ് റൂം വരുന്നുണ്ട്. നല്ല മികച്ച ഒരു അണ്ടർത്തെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കിലെ AC വെൻസും ചാർജിങ് പോർട്സും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. ദീർഘദൂര യാത്രകൾക്കൊക്കെ
വളരെ റിലാക്സ്ഡ് ആയി യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു മസാജിങ് ഓപ്ഷനാണ് ഈ ഒരു വാഹനത്തിൽ സ്കോഡ കൊടുത്തിരിക്കുന്നത്. എന്നാൽ വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ല കൊടുത്തിരിക്കുന്നത്, മസാജ് ഫംഗ്ഷൻസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ആഡ് ഓൺ നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് ലഭിക്കുമായിരുന്നു. നമുക്ക് പനോറമിക് സൺറൂഫും ഈ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട്. മാഗസിൻ ഹോൾഡേഴ്സും ചെറിയ മൊബൈൽ ഫോൺ പോക്കറ്റ്സും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. സോ 3 പേർക്ക് വളരെ കംഫർട്ടബിളി ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് കോൺഫിഗറേഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ സ്കോഡ കുഷാക്കിൻ്റെ എക്സ്റ്റീരിയറിൽ ചേഞ്ചസ് വന്നിരിക്കുന്നത് പോലെ തന്നെ ഇൻറ്റീരിയറിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു പുതിയ സ്റ്റിയറിംഗ് വീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒക്ടാവിയ വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ആ സെയിം 2 സ്പോക്കായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് ഫംഗ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ ലഭിക്കുന്നുണ്ട്. ഇത് ഹൈറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സീറ്റുകളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സീറ്റ് നമുക്കിപ്പം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ വെന്റിലേറ്റഡ് ഫംഗ്ഷൻസും നമുക്ക് ഈ ഒരു സീറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്, സ്ലൈഡബിൾ ആംബ്രസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. കൂടാതെ കപ്പ് ഹോൾഡേഴ്സൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതിന് ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് വെർഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 26 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു വലിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇൻബിൽട്ട് 10x10 നാവിഗേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്ക്രീൻ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയുടെ ഒരു ക്ലാരിറ്റി മാത്രമാണ് ആകെ ഒരു പോരായ്മയായിട്ട് പറയാനായിട്ടുള്ള കാര്യം. ഒരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് തോന്നി. and ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ കൺസോളിലെ പാനൽസിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ബട്ടൺസ് വരുന്നുണ്ട്. പ്രീവിയസ് വെർഷനിൽ കണ്ടിട്ടുള്ള ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ബട്ടൺസ് ഒക്കെ തന്നെ റിമെയിൻസ് സെയിം ആണ്. ടച്ച് എനേബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫിസിക്കൽ ബട്ടൺസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നി. കൂടാതെ വയർലെസ് ചാർജിങ് പാഡും ടൈപ്പ് സി ചാർജിങ് പോർട്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. IRBM ഓട്ടോ IRBM ആണ് വരുന്നത്. കൂടാതെ പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. പക്ഷേ ഈ സൺ ബ്ലൈൻഡ് വളരെ കട്ടി കുറഞ്ഞ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിനുള്ളിലേക്ക് ചൂട് നന്നായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്ന ലേഡായിട്ടുള്ള ഡിസൈനൊക്കെ വളരെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. മോണ്ടി കാർലോ എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു റെഡ് എലമെൻറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. റിയർ കുറച്ച് കൂടുതൽ ഭംഗിയാക്കാൻ സ്കോഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. റിയർ സീറ്റിൽ മസാജിങ് സീറ്റ് പോലുള്ള ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിൽ നമുക്ക് വെന്റിലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ മൊത്തത്തിൽ ഒരു മുഖം എനിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ സ്കോഡ കുഷാക്ക് 2026 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ഏറ്റവും പുതിയ സ്കോഡ കുഷാക്കിൽ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. 1 ലിറ്റർ TSI എഞ്ചിനും 1.5 ലിറ്റർ TSI എഞ്ചിനും. നമ്മൾ 2 വാഹനം ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മോണ്ടി കാർലോ എഡിഷൻ ആണ്. ഇത് 1.5 ലിറ്റർ TSI എഞ്ചിനാണ്. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 1 ലിറ്ററിൽ ലഭിക്കുന്നുണ്ട്. അതിൽ നമുക്ക് 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എഞ്ചിൻ്റെ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. 150 bhp പവറും 250 Nm ഓഫ് ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്കോഡ വാഹനങ്ങൾ അല്ലെങ്കിൽ സ്കോഡ വോക്സ്വാഗൻ വാഹനങ്ങളിൽ എപ്പോഴും കാണുന്ന ആ ഒരു ഡ്രൈവിംഗ് ഫണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ഒരു വെൽ ജർമ്മൻ എഞ്ചിനീയർഡ് പ്രോഡക്റ്റ് കൂടിയാണ് ഏറ്റവും പുതിയ സ്കോഡ കുഷാക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി വാഹനത്തിൻ്റെ പ്രൈസ് നമുക്ക് നിലവിൽ അനൗൺസ് ചെയ്തിട്ടില്ല. 15,000 നമുക്ക് ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് സ്കോഡ ഈ ഒരു കുഷാക്കിൻ്റെ ഫേസ് ലിഫ്റ്റ് അവതരിപ്പിച്ച സമയത്ത് സ്കോഡ വാഹനങ്ങൾ നമുക്ക് എപ്പോഴും അറിയാവുന്ന പോലെ തന്നെ കുറച്ചുകൂടി ഒരു പ്രീമിയം പ്രൈസിലാണ് എപ്പോഴും സ്കോഡ അത് പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഫേസ് ലിഫ്റ്റ് 2026 ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് ക്ലാസിക് പ്ലസ് എന്ന് പറയുന്ന പുതിയൊരു വേരിയൻറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു ബേസ് വേരിയൻ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. എന്നാൽ തീരെ ബേസ് അല്ല, ആവശ്യത്തിലധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വേരിയൻ്റ് കൂടി ഈ ഒരു 2026 സ്കോഡ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഏകദേശം നമുക്കൊരു 10 ലക്ഷം രൂപയ്ക്ക് എക്സ്ഷോറൂം വിലയ്ക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു മോഡലാണ്. ആ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഈ ഒരു വീഡിയോയുടെ എൻഡ് ഭാഗത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ
സ്കോഡയുടെ ഒരു വാഹനം അല്ലെങ്കിൽ സ്കോഡ വോക്സ് വാഗൻ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു വാഹനം ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയായിരിക്കും ആ ഒരു എൻട്രി ലെവൽ ബേസ് വേരിയൻറ്റിലെ സ്കോഡ കുഷാക്ക് എന്ന് പറയുന്നത്. സോ റൈറ്റ് നൗ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1 ലിറ്റർ TSI എഞ്ചിൻ വിത്ത് 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. ഈ ഒരു 1 ലിറ്റർ സ്കോഡ വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈവൻ കൈലാക്കിലും കുഷാക്കിലും നേരത്തെ നമ്മൾ ഈ ഒരു മോഡൽ ഈ ഒരു എഞ്ചിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഗിയർ ബോക്സ് വളരെ പുതിയതാണ്. ഇതൊരു 8 സ്പീഡിൻ്റെ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. എഞ്ചിനെ പറ്റി സംസാരിക്കുമ്പോൾ 115 HP പവറും 175 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. DSG വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ക്വിക്കർ ആക്സലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ടോർക്ക് ഡെലിവറി ഈ ഒരു ഗിയർ ബോക്സ് കാഴ്ചവെക്കുന്നുണ്ട്. കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ DSG ഗിയർ ബോക്സിനുള്ള ഇനിഷ്യലി ഉള്ള ലാഗ് ഈ ഒരു ടോർക്ക് കൺവേർട്ടറിൽ വരുന്ന സമയത്ത് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ വളരെ ലീനറായിട്ടും പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനായിട്ട് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു റേഷ്യോ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സ്കോഡ കുഷാക്കിൻ്റെ ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് 1.5ഉം 1 ലിറ്ററും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സെയിലാകാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കാനായിട്ട് പോകുന്നത് ഈ ഒരു 1 ലിറ്റർ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സിലാണ്. ഒന്നാമത്തെ കാര്യം, വാഹനത്തിന് വില കമ്പയർ ചെയ്യുന്ന സമയത്ത് 1.5ഉം 1 ലിറ്ററും തമ്മിൽ നല്ല വില വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ആ വില വ്യത്യാസത്തിൽ കുറച്ചുകൂടി നല്ല ഒരു ഗിയർ ബോക്സ് കോമ്പിനേഷനോട് വരുന്ന സമയത്ത് ഒരു 70-80% സെയിൽസും ഈ ഒരു ഗിയർ ബോക്സിലായിരിക്കും. സോ സ്കോഡ കുഷാക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഒരു 1 ലിറ്റർ ടോർക്ക് കൺവേർട്ടർ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗേഴ്സ് സ്കോഡ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്കോഡ കുഷാക്കിൻ്റെ എൻട്രി ലെവൽ ബേസ് വേരിയൻ്റായിട്ട് നമുക്ക് ലഭിക്കുന്ന ക്ലാസിക് പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡൽ. ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാലും കുറച്ചധികം ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് വാല്യൂ പ്രൊപ്പോസിഷൻ കീപ്പ് ചെയ്തിട്ടാണ് സ്കോഡ കുഷാക്ക് ക്ലാസിക് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് കണക്റ്റഡ് LED DRLs ലഭിക്കുന്നില്ല. എന്നാൽ പ്രോപ്പറായിട്ടുള്ള LED ഹെഡ് ലാമ്പ് യൂണിറ്റും ഫോഗ് ലാമ്പ് യൂണിറ്റും ഒക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് ലഭിക്കുന്നില്ല. ഡിസൈനിൽ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ആ ഒരു ഡിസൈൻ റിമെയിൻസ് സെയിം തന്നെയാണ്. ആൻഡ് ഇൻറ്റീരിയറിലും കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യാനായിട്ട് സ്കോഡ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് സൈഡിലേക്ക് വരുന്ന സമയത്ത് 16 ഇഞ്ച് വീൽസാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ഒരു നല്ലൊരു വീൽ ഡിസൈൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഡോറുകളിൽ നമുക്ക് ആ ഒരു ക്രോം പ്ലേറ്റിംഗ് ലഭിക്കുന്നില്ല. റൂഫ് റെയിലൊക്കെ തന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഷാർക്ക് ഫിൻ ആൻറ്റിനയ്ക്ക് പകരം ട്രഡീഷണൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് എഗെയിൻ നമുക്ക് ഈ ഒരു റിയർ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്. വൈപ്പറും വാഷറും നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർമലി എൻട്രി ലെവൽ ബേസ് വേരിയൻറ്റിലൊന്നും തന്നെ മാനുഫാക്ചേഴ്സ് കൊടുക്കാത്ത ഒരു ഫീച്ചറാണ് നമുക്ക് ഈ ഒരു ക്ലാസിക് പ്ലസ് ബേസ് എൻട്രി ലെവൽ വാല്യൂ പ്രൊപ്പോസിഷൻ കീപ്പ് ചെയ്യുന്ന ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് കൂടാതെ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാമ്പും വരുന്നുണ്ട്. അതിൽ സ്കോഡയുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റിൻ്റെ സ്ട്രിപ്പ് വരുമായിരുന്നു ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ. അത് ഈ ഒരു ക്ലാസിക് വേർഷനിൽ നമുക്ക് ലഭിക്കുന്നില്ല. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, റിഫ്ലക്റ്റേഴ്സും വരുന്നുണ്ട്. ബൂട്ട് സ്പേസിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നില്ല. 491 ലിറ്റർ തന്നെയാണ് ബൂട്ട് സ്പേസ് വരുന്നത്. സ്പെയർ വീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർമലി ഈ ഒരു ബേസ് വേരിയൻറ്റിലൊക്കെ തന്നെ സ്പെയർ വീൽ മാക്സിമം ഒഴിവാക്കാറുണ്ട്. ബട്ട് നമുക്കിവിടെ ഒരു സ്പെയർ വീൽ ലഭിക്കുന്നുണ്ട്. സീറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്ലാറ്റായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫാബ്രിക് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആംറസ്റ്റ് വരുന്നില്ല. ബൈക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. ചാർജിങ് പോർട്സും നമുക്ക് ലഭിക്കുന്നില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കൊടുത്തിട്ടുണ്ട്. മാനുവലിയാണ് ചെയ്യേണ്ടത്. എങ്കിൽ പോലും ഈ ഒരു വേരിയൻറ്റിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആംറസ്റ്റ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആൻഡ് റിയൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗിൽ നമുക്ക് ഹൈറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓട്ടോ AC ക്ലൈമറ്റ് കൺട്രോൾസ് എല്ലാം തന്നെ ടച്ച് ബട്ടൺസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കൊരു ചെറിയ സൺ റൂഫ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓട്ടോ IRVM നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ നമ്മൾ ബേസ് വേരിയൻറ്റിൽ കാണാൻ കഴിയാത്ത ഫീച്ചേഴ്സാണ്. ആൻഡ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നില്ല. കീ ഇട്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. സോ ഇതാണ് കീ വരുന്നത്. നമുക്ക് വാഹനം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ബൂട്ട് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് ലഭിക്കുന്നുണ്ട്.
ആൻഡ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള റെസൊല്യൂഷൻ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ഒരെണ്ണം ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അനലോഗ് ഡിജിറ്റൽ എന്നൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ടും മിനിമലായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഇതിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് എന്നിരുന്നാൽ പോലും സീറ്റുകൾ നല്ലൊരു സീറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു വാല്യൂ പ്രിപ്പോസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് സ്കോഡ കുഷാക്ക് ക്ലാസിക് പ്ലസിലൂടെ സ്കോഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഫൈനലി സ്കോഡ കുഷാക്കിൻ്റെ എല്ലാ വേരിയൻസും നമ്മൾ കണ്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട്. 1 ലിറ്റർ നമ്മൾ ഓടിച്ചു, 1.5 ലിറ്റർ TSA നമ്മൾ ഓടിച്ചു, വിത്ത് മോണ്ടെ കാർലോ എഡിഷൻ നമ്മൾ ഓടിച്ചു. ആൻഡ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ക്ലാസിക് പ്ലസ് വെർഷനും നമ്മൾ കണ്ടു. നോർമൽ ഒരു മാനുഫാക്ചേഴ്സും ചെയ്യാത്തൊരു കാര്യം വേണം. സ്കോഡയെ സംബന്ധിച്ചിടത്തോളം അവർ നോർമലി കഴിഞ്ഞ ലോഞ്ചസിലൊക്കെ നോക്കുകയാണെങ്കിൽ വാഹനം നോർമലി 1 ലിറ്ററും 1.5 ലിറ്ററും ലോഞ്ച് ചെയ്യും. അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷമായിരിക്കും മോണ്ടി കാർലോ എഡിഷൻ ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഒരു ബേസ് വേരിയൻ്റ് അവർ ചൂസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യുന്നത്. നോർമലി എല്ലാ മാനുഫാക്ചേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ സ്കോഡ കുഷാക്ക് 2026 ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് മോണ്ടെ കാർലോ എഡിഷൻ തന്നെ ആ ഒരു ഡ്രൈവിൻ്റെ സമയത്ത് നമുക്ക് തരികയുണ്ടായി. ഏറ്റവും ബേസ് വേരിയൻറ്റിൽ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ ആഡ് ചെയ്തുകൊണ്ട് ക്ലാസിക് പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ലോഞ്ച് ചെയ്തു. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ കുറച്ചുകൂടി ഒരു കോമൺ മാന് അഫോർഡബിളായിട്ട് ഒരു സ്കോഡ വോക്സ്വാഗൻ ബ്രാൻഡിൽ നിന്നുള്ളൊരു വാഹനം നമുക്കിപ്പോൾ അവൈലബിൾ ആകാനായിട്ട് പോവുകയാണ്. ഈ ഒരു വാഹനം ഞാൻ ഗസ് ചെയ്യുന്നത് ഒരു 10 ലക്ഷം മുതൽ ഒരു 11 ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് ബ്രാക്കറ്റിൽ സ്കോഡ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വലിയ കോസ്റ്റ് കട്ടിങ് ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു വാല്യൂ ഫോർ മണി എന്ന് തന്നെ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഏറ്റവും പുതിയ സ്കോഡ കുഷാക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റിലെ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ സ്കോഡ കുഷാക്കിലേക്ക് പോകുമോ, അതോ എൻട്രി ലെവൽ വേരിയൻ്റ് ആയിട്ടുള്ള ക്ലാസിക് പ്ലസ് ചൂസ് ചെയ്യുമോ, അതോ 1.5 ലിറ്റർ മോണ്ടി കാർലോയിലേക്ക് പോകുമോ എന്നുള്ളത് കമൻറ്റ് ഓൺ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.